ഗുഡ് മോർണിംഗ്. നമ്മളുടെ ലെഗ് ഡേ ആണ് കേട്ടോ ഇന്ന്. ആക്ച്വലി ഈ പറയുന്ന സന്തോഷം രാവിലെ വർക്കൗട്ട് ചെയ്തപ്പോൾ ഇല്ല. നമ്മൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നമുക്ക് ഇപ്പം വലിയ കുഴപ്പമില്ലാത്ത കാരണം സന്തോഷത്തോടെ പറയാം. നമ്മൾ നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ചെയ്യിപ്പിച്ചു കേട്ടോ ഇന്ന്. ഒരു രക്ഷയില്ലാത്ത പിടുത്തമായിരുന്നു. നമുക്ക് സ്ക്വാട്സിൻ്റെയും അതേപോലെ തന്നെ ലെഗ് പ്രസ്സിൻ്റെ ഒന്നും വീഡിയോസ് പോലും എടുക്കാൻ പറ്റിയില്ല. അതാണ് കേട്ടോ കുഴഞ്ഞ അവസ്ഥയായിരുന്നു. നമ്മുടെ ഡ്രസ്സിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം പിഴിയുന്ന കൂട്ട് വിയർപ്പ് പിഴിഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ മാറി. പിന്നെ നല്ല രീതിയിൽ വെയിറ്റ് ലോഡ് ചെയ്ത് തന്നെയാണ് ഞങ്ങൾ 4 സെറ്റോളം കാഫിനും വർക്കൗട്ട് ചെയ്തത്. സുനിലേട്ടനാണെന്നുണ്ടെങ്കിൽ താമസിച്ചാണ് വന്നത്. അതിനുശേഷം 2 വർക്കൗട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ പുള്ളി കേട്ടോ. കാലൊക്കെ ഗത പോലെ ആയിന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇന്ന് ഞാനത് ശരിക്കും അനുഭവിച്ചു എന്ന് തന്നെ പറയാം. അമ്മാതിരി പിടുത്തമായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കിനും പിന്നെ സുനീറേട്ടൻ വന്ന് കയറി. സുനീറേട്ടനാണെങ്കിൽ എണീറ്റ് ഓടുമെന്നുള്ള ഒരു പേടി കാരണമാണ് ഞാൻ പുറകിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ. പുള്ളിയുടെ പരിപാടി അതാണ്. പിന്നെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അതിൻ്റെ ഒരു സന്തോഷമാണ് ഇപ്പം മുഖത്ത് കാണുന്നത്. പിന്നെ ഞാൻ ജസ്റ്റ് ടീ ഷർട്ടൊക്കെ ഊരിയിട്ട് നമ്മുടെ ബോഡി കണ്ടീഷനൊക്കെ ഒന്ന് നോക്കി കേട്ടോ. വലിയ ബോഡി കണ്ടീഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാലും നമ്മളെല്ലാം ബിൽഡ് ചെയ്ത് കൊണ്ടുവരുവാണേ. എന്തായാലും നമ്മൾ നമ്മുടെ ബോഡി സെറ്റാക്കിയിരിക്കും. അത് നിങ്ങൾ കണ്ടോണം പതിയെ. ജിമ്മിന്ന് ഇറങ്ങിയിട്ട് നേരെ പങ്കീസിൽ പോയി. പങ്കീസിൽ ചെന്നിട്ട് റോബസ്റ്റ പഴം, ചായ ഒക്കെ ആയിട്ട് കഴിച്ചു കേട്ടോ. പിന്നെ കുറച്ച് സമയം അവിടെയിരുന്ന് സംസാരിച്ചിട്ടാണ് പോകുന്നത്. വീട്ടിൽ വന്നിട്ട് നമ്മുടെ ഇമ്പാക്റ്റിൻ്റെ വേ പ്രോട്ടീൻ കുടിച്ചു കേട്ടോ. നല്ല മഴക്കോളും കാര്യങ്ങളും ഉണ്ടായി. അപ്പം മീൻ വന്നിട്ടുണ്ടായിരുന്നു. മീനൊക്കെ നോക്കിയപ്പോൾ കൂജിത്തേടുണ്ട്. പിന്നെ അമ്മയോട് പറഞ്ഞു കൂജിത്തേട് തന്നെ മേടിക്കാം. നമുക്ക് ഉച്ചയ്ക്ക് ഒരു കൂജിത്തേട് ഫുള്ളായിട്ട് കറിയൊക്കെ വെച്ച് കഴിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മുടെ എഗ്സും കാര്യങ്ങളൊക്കെ എടുത്തു. എന്നിട്ട് ഞാൻ ചപ്പാത്തി, ദാലൊക്കെ ആയിട്ട് കഴിച്ചേ. മാളുവിനെ പിന്നെ ചാഞ്ചഞ്ചിൽ കൊണ്ടുവിട്ടു. എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേക്കിനും അമ്മ മീനൊക്കെ വെട്ടി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ പോയിട്ട് നമ്മുടെ ആയുർവേദിക് സോപ്പ് ഉപയോഗിച്ച് തലയൊക്കെ തേച്ച് കഴുകി. വാഷിംഗ് മെഷീനിൽ തുണിയിടാൻ നോക്കിയപ്പോൾ കുറേ തുണി കിടക്കുന്നു. പിന്നെ അതൊക്കെ എടുത്ത് വിരിച്ചിട്ട് നമ്മുടെ തുണിയൊക്കെ കഴുകാനിട്ടിട്ട് നേരെ റെഡിയായിട്ട് മാളും ചെടിക്കലോട്ട് പോയി. എന്നിട്ട് അവളെ ഇനിയും പിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് രണ്ടാം കുച്ചിലോട്ട് പോകണം. അവിടെ ഒരു വീട്ടിലൂണിൻ്റെ ഷൂട്ട് ഉണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് ചോറും നമ്മുടെ കൂരിക്കറിയൊക്കെ ആയിട്ടാണ് കഴിച്ചത്. എന്നിട്ട് നമ്മുടെ എഡിറ്റിങ്ങും പരിപാടിയൊക്കെ ആയിട്ടിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും മാളു ഒരു ചായ കൊണ്ട് തന്നു മധുരമിടാത്ത. ചായയൊക്കെ കഴിച്ചിട്ട് ഞാൻ നേരെ ജിമ്മിലോട്ട് പോയി. അരവിന്ദിനൊരു ബൾക്കിംഗ് ഡയറ്റ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കണമായിരുന്നു. അവിടുന്ന് പിന്നെ ഞാൻ നേരെ റിലയൻസിൽ കയറിയിട്ട് മഷ്റൂം വാങ്ങി, ബ്രോക്കോളി വാങ്ങി. പിന്നെ അതൊക്കെ ഉപയോഗിച്ച് ഇന്നൊരു അടിപൊളി സാധനം പ്രിപ്പയർ ചെയ്യാമെന്ന് കരുതി കേട്ടോ. ഒരു എഗ് സ്ക്രാമ്പിൾ. എന്നിട്ട് സംഭവം അടിപൊളിയായിട്ട് വന്നു കേട്ടോ. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയതിലും കഴിച്ചതിലും വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമായിട്ട് മാറി. പിന്നെ എഡിറ്റിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പോയി കിടന്നുറങ്ങാനുള്ള പരിപാടി നോക്കി. അപ്പോൾ ഓക്കെ. ബൈ ബൈ.